നമ്മെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രേക്ഷകരെ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നിങ്ങളേവരെയും ഈ ആഴ്ചയിലെ പാഠപഠനത്തിലേക്ക് ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പാഠം ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം 2 പാസ്റ്റർമാർ ആയിരിക്കുന്നു. നമുക്കവരെ സ്വാഗതം ചെയ്യാം. ഒന്നാമതായി പാസ്റ്റർ ഷെൽഡൻ പ്രീസ്ലി, അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നു. സാർ ഇവിടെ ആയിരിക്കുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. സാറിന് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പാസ്റ്റർ അരുൺ എസ് കെ, അദ്ദേഹത്തെയും പ്രത്യേകമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നാം ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയിലെ പാഠം മനപ്പാഠവാക്യമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വാക്യം എന്നുള്ളത് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 11, 12 എന്നീ വാക്യങ്ങളാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത്: ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ഈ പാഠപഠനത്തിന് മുമ്പാകെ നമുക്ക് പാസ്റ്റർ ഷെൽഡനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ ദൈവമേ, അടിയങ്ങൾ അങ്ങയുടെ വചനം ധ്യാനിക്കുമ്പോൾ അങ്ങയുടെ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. എല്ലാം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നാം കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ചു വന്നത് സങ്കീർത്തനങ്ങളിൽ പ്രവചനങ്ങളെക്കുറിച്ചായിരുന്നു, വെളിപ്പാടുകളെക്കുറിച്ചായിരുന്നു. എന്നാൽ ഇനി മുതൽ അങ്ങോട്ടുള്ള ആഴ്ചകളിൽ നാം പഠിക്കുവാൻ പോകുന്നത് ബൈബിൾ കഥകളിൽ നിന്നും എന്തെല്ലാം പാഠങ്ങളാണ് നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുക എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ്. നാം പാഠത്തിലേക്ക് കടക്കുമ്പോൾ പാഠം തുടങ്ങുന്നത് കുഞ്ഞാടിൻ്റെ ക്രോധം എന്നുള്ള വാക്കുകൂടി ആണ് തുടങ്ങുന്നത്. പാസ്റ്റർ അരുൺ എസ് കെ, എന്താണ് ഈ കുഞ്ഞാടിൻ്റെ ക്രോധം? ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ളതായ വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് പറയപ്പെടുന്നുണ്ട് കുഞ്ഞാടിൻ്റെ കോപം എന്താണെന്ന്. കുഞ്ഞാടിനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൻ്റെ കോപത്തെക്കുറിച്ചാണ് അവിടെ പറയപ്പെടുന്നത്. അത് എപ്പോഴും സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2-ാം വരവാണ് എന്നുള്ളത് കാണുവാൻ കഴിയും. നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം പഠിക്കുമ്പോൾ അനവധി കാര്യങ്ങൾ, കർത്താവ് പറഞ്ഞതായ കാര്യങ്ങൾ സംഭവിച്ച് കഴിഞ്ഞതായിട്ട് കാണുവാൻ കഴിയും. എന്നാൽ വെളിപാട് പുസ്തകത്തിൽ വരുമ്പോൾ പറയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ 6-ാം മുദ്ര പൊട്ടിക്കുകയാണ്. അപ്പോൾ 6-ാം മുദ്ര പൊട്ടിക്കുന്നതായ സമയത്ത് ചില സംഭവങ്ങൾ സംഭവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇനി സംഭവിക്കുവാൻ പോകുന്ന, അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൽ സംഭവിക്കുന്നതായ സംഭവങ്ങളാണ് അവിടെ പറയപ്പെടുന്നത്. ആ സംഭവങ്ങളിൽ വരുന്നതായ ഓരോ സംഭവങ്ങളും അത് വരുന്ന സമയത്ത് മനുഷ്യൻ്റെതായ പ്രവർത്തനവും ജീവിതവും അത് എപ്രകാരമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിൽ പലരും വിളിച്ചു പറയും, മലകളോടും പാറകളോടും വിളിച്ചു പറയും, കർത്താവിൻ്റെ പ്രഭ കാണാതെ വണ്ണം ഞങ്ങളെ മറപ്പിൻ. സഹസ്രാധിപന്മാർ, രാജാക്കന്മാർ, പണ്ഡിതന്മാർ, ഗുരുക്കന്മാർ, ഈ ലോകത്തിലുള്ളതായ ലോക നേതാക്കന്മാർ അവരെല്ലാവരും നിലവിളിക്കുന്നതായ ഒരു സംഭവമുണ്ട്. കാരണം ആ സമയമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെതായ കോപം അവരിലേക്ക് കടന്നു വരുന്നതായ സമയമാണ് എന്നുള്ളതാണ് ഇവിടെ പറയപ്പെടുന്നത്. നന്ദി പാസ്റ്റർ അരുൺ. നാം തുടർന്ന് പഠിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, യേശുക്രിസ്തു പറയുന്നുണ്ട് അന്ത്യകാലം നോഹയുടെ കാലം പോലെ ആയിത്തീരും. എന്താണ് ആ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്? നമ്മൾ അന്ത്യകാലത്തെക്കുറിച്ച് പറയുമ്പോൾ പാപത്തിന് മുൻപുള്ള സമയം നമുക്ക് നോക്കാം. പാപത്തിന് മുൻപ് മനുഷ്യനെ നിർമ്മിച്ചു, മനുഷ്യന് ഭൂമിയും പ്രകൃതിയും നൽകി, ദൈവവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതായത് ദൈവവുമായിട്ടുള്ള നിഷ്കളങ്കമായ ബന്ധം, മനുഷ്യനുമായിട്ടുള്ള പാപമില്ലാത്ത ബന്ധം. ഈ ഭൂമിയെ ചൂഷണം ചെയ്യാതെ കാര്യവിചാരകനായിരുന്നു. എന്നാൽ നോഹയുടെ കാലഘട്ടത്തിൽ വന്നപ്പോൾ അവർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ദൈവവുമായിട്ടുള്ള ബന്ധം കളങ്കപ്പെടുത്തി. മനുഷ്യനുമായിട്ടുള്ള ബന്ധം നോക്കുമ്പോൾ അവർ അന്യോന്യം എന്ത് ചെയ്തു? അടിക്കുകയും വഴക്കുണ്ടാക്കുകയും അതുപോലെ തന്നെ ആണിനോടും പെണ്ണിനോടും അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതുപോലെ തന്നെ മനുഷ്യൻ മൃഗങ്ങളോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും പ്രകൃതിയെ ചൂഷണം ചെയ്യുകയും ചെയ്തു. അപ്പോൾ പാപത്തിൻ്റെ ദൈവം പരിശുദ്ധമായി കൊടുത്ത മനുഷ്യനും
മനുഷ്യനുമായിട്ടുള്ള ബന്ധവും അതേപോലെ തന്നെ മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധവും മനുഷ്യൻ്റെ കാര്യവിചാരത്വവും അതിൻ്റെ മാക്സിമം എന്ത് ചെയ്തു? അവർ ആ ക്രോധത്തിലേക്ക് എത്തിച്ചു. ഇപ്പോഴും അത് തന്നെയാണ് നടക്കുന്നത്. വിവാഹബന്ധങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഈ കാലഘട്ടത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്നറിയാം. ഇന്ന് ശാസ്ത്രം ഈ പ്രകൃതിയെ മാക്സിമം ചൂഷണം ചെയ്യുന്നു, മനുഷ്യനും മാക്സിമം ചൂഷണം ചെയ്യുന്നു അറിയാം. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, നോഹയുടെ കാലഘട്ടം പോലെ മനുഷ്യപുത്രൻ്റെ കാലഘട്ടം വരും. ഇന്ന് നമ്മൾ ആ കാലഘട്ടത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് അതിനെ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ക്രിസ്തു പറഞ്ഞ ആ കാര്യം വളരെ ചിന്താധീനമാണ്. കാരണം നോഹയുടെ കാലം പോലെ തന്നെ വരും എന്നുള്ള ആ കാര്യത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നന്ദി പാസ്റ്റർ ഷെൽഡൻ. ഈ സമയം നമുക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് പോകാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഡിസ്കഷൻ തുടരാവുന്നതാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ, തുടർന്ന് ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം നമുക്ക് വീണ്ടും ചേരാം. ദൈവത്തിൻ്റെ വചനം ഒത്തൊരുമിച്ച് പഠിക്കാം. ദൈവകൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. പ്രിയമുള്ള പ്രേക്ഷകരെ, വീണ്ടും സ്വാഗതം. നമുക്ക് തുടർന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കാം. ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. പാസ്റ്റർ അരുൺ, നാം തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് തിരുവചനത്തിൽ കാണാവുന്ന ഒരു ന്യായവിധിയിൽ വലിയൊരു ന്യായവിധിയായിരുന്നു സൊദോമും ഗൊമോറയിൽ നടന്ന ആ ന്യായവിധി. ഇന്ന് നാം അവരുടെ കഥ പഠിക്കുമ്പോൾ എന്ത് പാഠമാണ് നമുക്ക് അവരിൽ നിന്ന് പഠിക്കുവാനായിട്ടുള്ളത്? ഈ സോദോമും ഗൊമോറയുടെയും ന്യായവിധിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തിരുവചനം അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് പോകുമ്പോൾ എന്താണ് അവിടെ നടന്നതായ മ്ലേച്ഛത എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനെക്കുറിച്ച് റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 26-27 വാക്യം പഠിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, അതുകൊണ്ട് ദൈവം അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോട് ആൺ അവലക്ഷണമായി പ്രവർത്തിച്ചു. ഇതാണ് സോദോം ഗൊമോറയിൽ സംഭവിച്ചതായ കാര്യമെന്ന് പറയപ്പെടുന്നത്. അതായത് സ്ത്രീയും പുരുഷനുമാണ് വിവാഹം കഴിക്കേണ്ടത്. പക്ഷേ അവിടെ സംഭവിച്ചതായ കാര്യമെന്ന് പറയുന്നത് പുരുഷൻ പുരുഷനോടും സ്ത്രീ സ്ത്രീയോടും അവലക്ഷണമായി പ്രവർത്തിച്ചു എന്ന് കാണുവാൻ കഴിയും. അപ്പോൾ അവിടെ വളരെയധികം വലിയൊരു മ്ലേച്ഛതയാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം ആ സോദോമും ഗൊമോറയും നശിപ്പിക്കുവാൻ തക്കവണ്ണം തീരുമാനിച്ചത്. നമുക്ക് തന്നെ അറിയാം, ലോത്തിൻ്റെ അരികിലേക്ക് ദൂതന്മാർ കടന്നു വരുമ്പോൾ, ദൂതന്മാർ ഭവനത്തിലായിരിക്കുമ്പോൾ ആ പട്ടണത്തിലുള്ളവർ ആ ഭവനത്തിലേക്ക് കടന്നു വരികയും അവരോട് വിളിച്ചു പറയുന്നതായ കാര്യമുണ്ട്. അവിടുത്തെ ഭവനത്തിൻ്റെതായ വാതിലിനെ തിക്കി തിരക്കി ആ പുരുഷന്മാരെ, ഉള്ളിലുള്ളതായ പുരുഷന്മാരെ വിട്ടുതരുവാൻ തക്കവണ്ണം എന്ത് ചെയ്യുകയാണ് അവിടെ വന്നതായ ആ പ്രദേശത്തിലുള്ള ജനം പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, എന്നിട്ട് ലോത്ത് പറയുന്നുണ്ട്, എൻ്റെ 2 മക്കളുണ്ട്, ആ 2 മക്കളെ ഞാൻ നിങ്ങൾക്ക് തരാം, പക്ഷേ ഈ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യില്ല, തരികയില്ല എന്നുള്ളത് എന്ത് ചെയ്യുകയാണ് പറയുന്നു. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അപ്പോൾ എത്രമാത്രം മ്ലേച്ഛതയാണ് നടന്നത് എന്നുള്ളത് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇന്നും ലോകത്തിൽ അതേപോലെ മ്ലേച്ഛത നടക്കുന്നുണ്ട്. ആ മ്ലേച്ഛതയ്ക്കൊക്കെയും ദൈവം എന്തു ചെയ്യും? അതിനുള്ളതായ ന്യായവിധി നടത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് തീയാൽ, ഇനി ഭൂമിയെ ദൈവം തീയാൽ നശിപ്പിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുകയാണ്. സൊദോം ആൻഡ് ഗൊമോറയുടെ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട പാഠം ഇതാണ്: ദൈവത്തിന് എതിരായി ചെയ്തു കഴിഞ്ഞാൽ ഒരു വലിയ ന്യായവിധി നമ്മുടെ മേൽ വരുമെന്ന് തന്നെ. നന്ദി പാസ്റ്റർ അരുൺ. പാസ്റ്റർ ഷെൽഡൻ, നാം തുടർന്ന് പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുകയാണെങ്കിൽ, പഠിക്കുകയാണെങ്കിൽ അവിടെ എന്താണ് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ സ്വഭാവത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത്? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 3 പ്രധാന കാര്യങ്ങൾ. ഒന്ന്, കർത്താവായ ദൈവം ഈ ഭൂമിയെ തീയാൽ നശിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു മുന്നോടിയായി നമുക്കൊരു
അനുഭവവും ദൈവം നമുക്ക് കാണിച്ചു നൽകിയിട്ടുണ്ട്, തീയായി നശിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ന്യായവിധി ഉണ്ടാകുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ ദയ മുന്നോടിയായിട്ട് പോകും. അതാണ് ലോത്തിനും കുടുംബത്തിനും എന്ത് ചെയ്തു സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ പാസ്റ്റർ അരുൺ പറഞ്ഞതുപോലെ ഈ ഭൂമിയിൽ എന്തായാലും ന്യായവിധി ഉണ്ടാകും. കാരണം സോദോം ഗോമോറയിൽ നടന്ന അതേ സംഭവങ്ങളാണ് ഇന്ന് ഈ ഭൂമിയിൽ നടന്നുകൊണ്ട് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ മുന്നേ കണ്ടതുപോലെ നോഹയുടെ കാലഘട്ടത്തിൽ പോലെയുള്ള പ്രശ്നങ്ങളും ഇന്ന് ഭൂമിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ദൃഢമായിട്ട് പറയുവാൻ സാധിക്കും, ദൈവത്തിൻ്റെ ന്യായവിധി ഇവിടെ വരും. ദൈവം ഈ ഭൂമിയെ തീയാൽ നശിപ്പിച്ച് ശുദ്ധീകരിക്കും എന്നത് ദൃഢമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അതിനു മുന്നേ ദൈവത്തിൻ്റെ ദയ നമുക്ക് തന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണ നമുക്ക് തന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയുടെ വാതിൽ നമുക്ക് തുറന്ന് നൽകിയിരിക്കുകയാണ്. ഇവിടെ പറയുന്നത് ലോത്തിൻ്റെ അടുത്തും ഭാര്യയെടുത്തും പറഞ്ഞ, അല്ലെങ്കിൽ ലോത്തിൻ്റെ കുടുംബത്തോട് പറഞ്ഞത്, ന്യായവിധിക്ക് മുൻപായി നിങ്ങൾ ഓടുക, മലകളിലേക്ക് ഓടുക എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ന്യായവിധി ദൃഢമായിട്ടുണ്ട്, രണ്ട് ദൈവത്തിൻ്റെ ദയയുണ്ട്, മൂന്ന് അവളെ വിട്ട് പോരുവിനെന്ന് പറയുകയാണ്. ആരാണ് അവൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്ലേച്ഛത നിറഞ്ഞ മാതാവ്, അല്ലെങ്കിൽ തന്നെത്താൻ നല്ലതെന്ന് കൽപ്പിച്ചുകൊണ്ടുള്ള സഭ, മ്ലേച്ഛത നിറഞ്ഞ മാതാവിനെ വിട്ടു പോരുക എന്ന് പറയും. എങ്ങനെ വിട്ടു പോരണം? തിരിഞ്ഞു നോക്കാതെ. അവിടെ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ഉപ്പ് തൂണായിപ്പോയി. ഇന്ന് പലപ്പോഴും നമ്മളും തിരിഞ്ഞു നോക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കാം. നാം സെവന്ത്-ഡേ അഡ്വന്റിസ്റ്റ് സഭയിലേക്ക് വന്നു, നമുക്ക് എന്ത് കിട്ടി? എന്നാൽ നമുക്ക് തിരിഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ലോകത്തിൽ നിന്നുള്ള വലിയ ആനുകൂല്യങ്ങളുണ്ടായിരുന്നു, ധനമുണ്ടായിരുന്നു, നമുക്ക് ഒത്തിരി പേർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ സത്യത്തോട് ചേർന്നപ്പോൾ നമുക്കൊന്നുമില്ല, നമുക്കെല്ലാം നഷ്ടപ്പെട്ടു എന്നൊരവസ്ഥയിലാണ് എന്നെല്ലാം നാം ചിന്തിച്ചേക്കാം. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ലോകത്തിൽ നിന്നുള്ളതെല്ലാം ഇതാ നശിക്കുവാൻ പോകുന്നു. നമ്മൾ അതിലേക്ക് തിരിഞ്ഞു നോക്കാതെ ലോകമാവുന്ന അവളെ വിട്ട് നാം പോകേണ്ട ആവശ്യമുണ്ട്. ഇപ്പോഴാണ്, ഇന്നാണ്, അല്ലെങ്കിൽ ഈ നിമിഷമാണ് കൃപയുടെ വാതിൽ തുറന്നിരിക്കുന്നത്. അത് നമ്മൾ പ്രാർത്ഥനയോടുകൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ വാതിൽക്കൽ വന്ന് മുട്ടുകയാണ്. ആ ശബ്ദം നമ്മൾ കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ന്യായവിധിയിൽ നിന്നും രക്ഷപ്പെട്ട് നിത്യജീവനിലേക്ക് കടക്കുവാൻ സാധിക്കും. ആമേൻ, ആമേൻ. നശ്വരമായ ലോകത്തെ തിരിഞ്ഞു നോക്കാതെ നമ്മുടെ മുൻപിൽ വച്ചിരിക്കുന്ന നിത്യമായ സന്തോഷം നോക്കി പോവുക. അതൊരു വളരെ മനോഹരമായ ഉത്തരമായിരുന്നു പാസ്റ്റർ. നന്ദി. ഈ സമയം ഒരു ചെറിയ ഇടവേളയുടേതാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഡിസ്കഷൻ നമുക്ക് ദൈവകൃപയാൽ തുടരാം. പ്രിയമുള്ള പ്രേക്ഷകരെ, ഇപ്പോൾ ഒരു ഷോർട്ട് ബ്രേക്കിനുള്ള സമയമാണ്. ഇത് കഴിഞ്ഞ് ദൈവത്തിനെക്കുറിച്ച്, ദൈവത്തിൻ്റെ വെളിപ്പാടുകളെക്കുറിച്ച് നാം വീണ്ടും നോക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപ നമ്മളോട് കൂടി ഇരിക്കുമാറാകട്ടെ. ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം കാണാം. പ്രിയമുള്ള പ്രേക്ഷകരെ, വീണ്ടും സ്വാഗതം. നാം തുടർന്ന് പാഠം പഠിക്കുവാൻ പോവുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പാസ്റ്റർ അരുൺ, എന്താണ് ഇൻവെസ്റ്റിഗേഷൻ ജഡ്ജ്മെൻറ്റ്, പരിശോധന ന്യായവിധി? ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയപ്പെടുന്നുണ്ട്. എന്താണ് പരിശോധന ന്യായവിധി എന്നുള്ളത്. അതുപോലെ തന്നെ ന്യായവിധിക്കുന്നത് ആരാണ്, എപ്രകാരമാണ് ന്യായം വിധിക്കുന്നത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ന്യായം വിധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പറയപ്പെടുന്നതായി കാണുവാൻ സാധിക്കും. ന്യായവിധി എന്ന് പറയുന്നത് മനുഷ്യൻ്റെതായ പാപത്തിനുള്ളതായ ശിക്ഷ. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ പരിശോധന ന്യായവിധി നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു അത് നടത്തിക്കൊണ്ടേ ഇരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു ഓരോരുത്തരുടെയും
ന്യായവിധി ഓരോരുത്തരും ചെയ്തതായ പ്രവൃത്തികൾക്കും വാക്കുകൾക്കും തക്കവണ്ണമുള്ളതായ ന്യായവിധി നടത്തുവാൻ തക്കവണ്ണം പരിശോധിച്ചുകൊണ്ട് ഇരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. കാരണം വേദപുസ്തകം പഠിക്കുമ്പോൾ പറയുന്നു 3 പുസ്തകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് അകൃത്യത്തിൻ്റെ പുസ്തകം, ഒന്ന് പാപത്തിൻ്റെതായ പുസ്തകം, ഓർമ്മയുടേതായ പുസ്തകം, ഒന്ന് ജീവൻ്റെ പുസ്തകം. ഇങ്ങനെ 3 പുസ്തകങ്ങളാണ് പറയപ്പെടുന്നത്. അതായത് അകൃത്യത്തിൻ്റെ പുസ്തകം എന്ന് പറയുമ്പോൾ അതിൽ പാപങ്ങൾ, നമ്മൾ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തതായ പാപങ്ങൾ എന്തൊക്കെയാണ്, ആ പാപങ്ങളെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നു. അതുപോലെ നമ്മൾ പഠിക്കുമ്പോൾ ഓർമ്മയുടെ പുസ്തകം എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ ചെയ്തതായ നമ്മൾ ചെയ്തതായ ചില കാര്യങ്ങൾ, നന്മയുള്ളതായ കാര്യങ്ങളെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നു. എന്നാൽ ജീവൻ്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ ആ പുസ്തകം വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. കാരണം ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ പറയുന്നത് ന്യായവിധിക്കുന്നതായ ദൈവം ന്യായം വിധിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് നമുക്ക് അറിയുവാൻ കഴിയും. കാരണമെന്ന് പറയുന്നത് ദൈവം നീതിമാനാണ് എന്നുള്ളത് ഈ ലോകം അറിയേണ്ടതിന് വേണ്ടിയാണ്. കാരണം ഇപ്പോൾ തന്നെ നിരവധി പേര് പറയപ്പെടുന്ന കാര്യം, ദൈവം നീതിയില്ലാതെ അല്ലെങ്കിൽ ദയയില്ലാത്തവനാണ്, കരുണയില്ലാത്തവനാണ്, മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ട് ദൈവം എന്തു ചെയ്യുന്നു, ശിക്ഷ വിധിക്കുന്നു എന്നൊക്കെയും പറഞ്ഞ് ജനം എന്തു ചെയ്യുന്നു, വിലയിരുത്തുകയാണ്. എന്നാൽ വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ദൈവം പറഞ്ഞത് കേൾക്കാത്തവർക്ക് അതിൻ്റെതായ ശിക്ഷ കൊടുക്കപ്പെടും. കാരണം ദൈവം പറയുന്നത് അനുസരിച്ചില്ല എങ്കിൽ ഇപ്പം നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കുക, നമ്മുടെ വീട്ടിൽ ഒരാൾ തെറ്റ് ചെയ്തു. അപ്പോൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ തെറ്റിനെ എന്തു ചെയ്യും? തെറ്റിനെ നമ്മൾ അനുകൂലിക്കുമോ, ആ തെറ്റിനെതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കുമോ? നമ്മൾ ഒരിക്കലും അനുകൂലിക്കില്ല. തെറ്റായിട്ട് തന്നെ എന്തു ചെയ്യും? പറയപ്പെടും. കാരണം തെറ്റായിട്ട് തന്നെ പറയപ്പെടണം. അത് അറിയപ്പെടുന്നതായ സമയമാണ് ഈ പരിശോധന, ന്യായവിധി സമയത്ത് അത് അറിയുവാൻ തക്കവണ്ണം സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരിശോധന, ന്യായവിധിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. നന്ദി പാസ്റ്റർ അരുൺ. പാസ്റ്റർ എൽഡൻ, എന്താണ് താങ്കളുടെ അഭിപ്രായം പരിശോധന ന്യായവിധിയെക്കുറിച്ച്? പഴയ നിയമത്തിൽ മോശയുടെ കാലഘട്ടത്തിൽ സമാഗമന കൂടാര ശുശ്രൂഷകളിൽ അതിൻ്റെ ഉത്സവങ്ങളിൽ, ഒടുക്കത്തെ ഉത്സവം ആയിരിക്കുന്ന പാപപരിഹാര ദിവസത്തിൽ മഹാപുരോഹിതൻ വിശുദ്ധ സ്ഥലത്തിൽ നിന്നും അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പോകുമ്പോൾ, ഇപ്പോൾ പാസ്റ്റർ അരുൺ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നു. പരിശോധന എന്ന് പറയുന്നത് ശോധന, പരിശോധിക്കുക. ആ സമയത്ത് പ്രാകാരത്തിലായിരിക്കുന്ന ജനങ്ങൾ അവരെ തന്നെ ശോധന ചെയ്ത് ദൈവത്തോട് അവരുടെ പാപം നിരത്തി അവരേറ്റു പറയണം. അപ്പോൾ ശോധനയുടെ സമയമാണ്. ഇപ്രകാരമെല്ലാം നിങ്ങളെ പരിശോധിക്കും എന്ന് മഹാപുരോഹിതൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ അവിടെ നിന്ന് പുറത്തു വന്ന് പാപത്തെ മാനസാന്തരപ്പെടാത്തവരെ എന്നേക്കുമായി അവരുടെ ക്യാമ്പിൽ നിന്നും പുറത്താക്കപ്പെടും. അതേപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന് പരിശോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എപ്രകാരമാണ്, എന്തൊക്കെയാണെന്ന് കർത്താവായ യേശു ക്രിസ്തുവിന് അറിയാം. ആ ശോധനയുടെ ദിവസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കർത്താവായ ദൈവം നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ്, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മളടുത്ത് പറഞ്ഞിരിക്കുകയാണ്, ഇന്നന്ന കാര്യങ്ങൾ, ഓർമ്മയുടെ പുസ്തകമുണ്ട്, ജീവൻ്റെ പുസ്തകമുണ്ട്, ഇന്നന്ന കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ഞാൻ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെപ്പോൾ വേണമെങ്കിലും മരിക്കാം, എപ്പോൾ വേണമെങ്കിലും കൃപയുടെ വാതിലടയാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പരിശോധന ന്യായവിധിയുടെ സമയത്ത് നിങ്ങളായിരിക്കുന്നു. സ്വർഗത്തിൽ അപ്രകാരമുള്ള ഒരു സംഭവം, വലിയൊരു സംഭവം നടക്കുന്നു എന്ന് ചിന്തിക്കുന്നതിന് ഉപരി എനിക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യൻ നമുക്ക് നൽകി, എപ്രകാരമാണ് എക്സാം ഇടുന്നതെന്ന് നൽകി, ഉടനെ എക്സാമിൻ്റെ സമയം തീരും എന്നും പറഞ്ഞു. ക്വസ്റ്റ്യനും ഉണ്ട്, ആൻസർ ഷീറ്റും ഉണ്ട്, ഉടനെ എക്സാം തീരുമെന്ന് പറഞ്ഞു. വേഗം എഴുതാൻ പറയുകയാണ്. ഒരു സ്റ്റുഡൻ്റായ നമ്മുടെ അടുത്ത് നിങ്ങൾ പാപിയാണെന്നും പറയുന്നുണ്ട്, നിങ്ങളെ തന്നെ ശോധന ചെയ്ത് ക്രിസ്തുവുമായി നിങ്ങൾ ചേരുവാൻ പറയുന്നുണ്ട്, ഉടനെ കൃപയുടെ വാതിൽ അടയുന്നു എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ ഈ പരിശോധന ന്യായവിധി എന്ന് പറയുന്നത് സ്വർഗത്തിൽ സിസ്റ്റമാറ്റിക്കായ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ല. സമാഗമന കൂടാരം കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. യേശു ക്രിസ്തു സ്വർഗത്തിൽ നമുക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പരിശോധന ന്യായവിധിയിൽ നമ്മളുടെ പാർട്ടാണ് പ്രധാനം. നമ്മളുടെ പാർട്ടെന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ ശോധന ചെയ്ത് ദൈവത്തോട് നിരക്കുക. തീർച്ചയായിട്ടും അതായിരിക്കട്ടെ നമ്മുടെ ഈ ഭൂമിയിലെ എക്സ്പീരിയൻസ്. നാം ഈ ന്യായവിധിയിൽ ജയിക്കുമാറാകട്ടെ. ഇത്രയും നേരവും ഞങ്ങളെ ഈ പാഠത്തിൽ നയിച്ച ഇരുവർക്കും ദൈവനാമത്തിൽ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ആമേൻ. ദൈവം നിങ്ങളെ കൂടുതലായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള പ്രേക്ഷകരെ, ഒരു വലിയ ന്യായവിധി സമയത്തിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മഹാപുരോഹിതനായ ക്രിസ്തു തൻ്റെ പുസ്തകത്തിൽ ആരുടെ പേർ എഴുതുവാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആ ജീവൻ്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേര് വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? അവൻ ആവശ്യപ്പെടുന്നത് ഇതാണ്: കർത്താവിൻ്റെ വിശ്വാസം കാത്ത് അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുക. ഇതിൽ ആകട്ടെ നമ്മുടെ പ്രിയം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ആഴ്ചത്തെ പാഠവുമായി നമ്മൾ ഇനി കണ്ടുമുട്ടും വരെ ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ.